ആൾക്കാർക്ക് എപ്പോഴും ഒരു വീട് ചെയ്യുന്ന സമയത്ത് വേണ്ട ഒരു സാധനമാണ് ഹോം തിയേറ്റർ റൂം. നമുക്ക് മുൻപ് അത് അത്ര റിക്വയർമെന്റ് ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ സമയത്താകുമ്പോഴേ എല്ലാ ആൾക്കാർക്കും ഈ പറഞ്ഞ നമ്മളെ ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഒരുപാട് ഉണ്ടായതുകൊണ്ട് റിക്വയർമെന്റ്സ് കൂടി വരുന്ന ഒരു സംഭവമാണ് ഹോം തിയേറ്റർ റൂം. പക്ഷേ ഒരു ഹോം തിയേറ്റർ റൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വലിയൊരു റൂം അതിന് വേണം. പിന്നെ അതേപോലെ തന്നെ ഈ ഹോം തിയേറ്റർ സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ നമുക്ക് പൊതുവെ കോസ്റ്റ് കുറച്ച് കൂടുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഹോം തിയേറ്റർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ശരിക്കും ഒരു ഹോം തിയേറ്റർ റൂം അല്ല, പക്ഷേ നമ്മളൊരു അപ്പർ ലിവിങ്ങിനെ ചെറിയ രീതിയിൽ കുറച്ച് ഡിസൈൻ എലമെന്റ്സ് കൊടുത്തിട്ട് ഹോം തിയേറ്ററിന്റെ അതേ ആംബിയൻസ് കിട്ടിയില്ലെങ്കിലും ആ ഒരു ആവറേജ് ഒരു സ്പേസ് ആക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ഏരിയ ആണത്. ഇത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു വലിയൊരു ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്പീക്കർ സെറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാനും അതേപോലെ റിലാക്സ് ചെയ്യാനും പറ്റിയ സീറ്റിംഗ് നമ്മളോട് കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് നമ്മളോട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ നമുക്കൊരു അപ്പർ ലിവിംഗ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ഇരിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ടി വി എല്ലാം കാണാൻ, ഈ പറഞ്ഞ എന്തെങ്കിലും മൂവീസ് കാണാനോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളാണെങ്കിൽ പോലും നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ ഏരിയ ആയിട്ട് നമുക്ക് ഇതേപോലെ